ഒന്നും പറയാനില്ല. വളരെ 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 ഞാൻ ആസ്വദിക്കും. അന്നക്കുട്ടി എന്നാ പറയുന്നു? ആ കുട്ടാ, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അനുവിനൊരു കല്യാണാലോചന വന്നിരിക്കുന്നത്. കാരണം സൗന്ദര്യം കൂടി 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 വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു. അതങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എന്താ അനുന്ന് சொல்லி ഒരു ജഡ്ജ് അங்கே இருக்கே, അവര് ரொம்ப அழகா இருக்கு, കല്യാണം പണിയാച്ചാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റി? എന്താ അനു അനു ഒരെണ്ണം കഴിച്ചത് പോരെ? മതി മതി. എന്ത് ചെയ്യാനാ സൗന്ദര്യം അല്ലേ? അതെ, സൗന്ദര്യം ഇങ്ങനെ കേറി കേറി വന്നാ ഞാൻ എന്നെ പണ്ണുവാറ്. എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അനുസരിച്ച്? കള്ളമില്ലാതെ ഒരു കുഞ്ഞുങ്ങളോട് ഇങ്ങനെ മീനൂട്ടി പോലെ ഒരു നല്ല കുട്ടികളോട് നമ്മള് കൂടി കൂടി ഇരിക്കുമ്പോ അങ്ങനെ സൗന്ദര്യം കൂടി കൂടി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മീനൂട്ടിക്ക് തോന്നിയിട്ടില്ലേ അച്ഛന്റെ സൗന്ദര്യം ഇവിടെ വന്നതിന് ശേഷം കൂടുതലാണ്? മോളെ ഏത് പാട്ടാണ്? ഞാൻ ഇന്ന് അർജുനൻ മാഷിന്റെ റൗണ്ടില് സുശീലമ്മ പാടിയ ചന്ദ്രരശ്മി തൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ശ്രീകുമാരൻ തമ്പി സാറായി. ശ്രീകുമാരൻ തമ്പി സാറിന് ലിറിക്സ് എഴുതി. വർഷം 1972 കേട്ടോ. പഠിക്കും. താങ്ക് യു.
വിടരുന്നു വിടരുന്നു ചന്ദ്രരശ്മി തൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട പാടിയാടി നീരാടി പവിഴത്തിരകളിൽ ചാഞ്ചാടി ചന്ദ്രരശ്മി തൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. മക്കളെ ഒന്നും പറയാനില്ല. you, വളരെ uncle. വളരെ വളരെ ഞാൻ ആസ്വദിച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടൊരു പാട്ട്. അർജുനൻ സാറിൻ്റെ ആത്മാവിന് സാഷ്ടാംഗ പ്രണാമം. 1972 ഈ പാട്ട് ജനിച്ചെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു സുഖം നമുക്ക് രോമാഞ്ചം തരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഡെപ്ത് ഉള്ള സോങ്സ് ആണ്. സോ ഗുഡ് സെലക്ഷൻ. Thank you, ഒന്നും uncle. പറയാനില്ല മോളെ, അസാധ്യമായിട്ട് പോയി. Thank you, uncle. വെരി ആൻഡ് എന്തോ മാം? ദിസ് ഈസ് വെരി ബാഡ്. ഓക്കെ, ഇങ്ങനെ പാടി നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ നല്ലോണം പാടുന്നു, ഒരു ഗോൾഡൻ ക്രൗൺ പെർഫോമൻസ് പോലെ പാടുന്നു. ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാവുന്നു ഇപ്പോൾ. എവറി ടൈം യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് അല്ലേ? ഇതിങ്ങനെ സ്വർണ്ണ കിരീടത്തോടെ കിരീടമാണല്ലോ. അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. Thank you, ma'am. സോ ബ്യൂട്ടിഫുൾ. ചില സംഗതികളല്ലേ അത്. ആൻഡ് എനിക്ക് എന്ത് കൂടുതൽ ഇഷ്ടമായത്, ആൻ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങി. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ കോൺഫിഡൻസ് എപ്പോഴും ഇരിക്കട്ടെ. ഓക്കെ, എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് സുശീലമ്മയുടെ ഒരു തമിഴ് വളരെ പോപ്പുലർ സോങ് ഓർമ്മ വന്നു. പൂമാലയിൽ പൂമല്ലികை இன்று நான் தான் தேனென்றது உந்தன் வீடு தேடி வந்தது இன்னும் வேண்டுமா என்றது இன்னுം വേണ്ടുമാ என்றது. അതിൻ്റെ ചരണവും അനുപലവും അസാധ്യ പാട്ടാണ്. അതൊന്ന് തീർച്ചയായിട്ടും കേൾക്കണേ. Oh, oh. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. Thank you, ma'am. ആൻകുട്ടി, Oh, എന്താണെന്ന് അറിഞ്ഞൂല, വേറൊരു പാട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരുന്നു. ആണോ? ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ എന്തോ അങ്ങനെ വരുന്നു. ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ. കേട്ടിട്ടുണ്ടോ? ആൻഡ് ചിരി എന്തോ ചെയ്തു. ആ, അതാണ് ഞാൻ പറഞ്ഞില്ലേ. ഇത് കുളിരാണോ പാലുളിയാണോ എന്താണോ ആൻ്റെ പാട്ട്? ആൻ്റെ സംഗീതം ഉണ്ടല്ലോ, അത് ശ്രേഷ്ഠമാണ്. എന്താണെന്ന് അറിയാമോ? അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് മനസ്സിലാക്കണം. oh. തീർച്ചയായും. ചന്ദ്രനിൽ നമ്മൾ കാണുന്ന ആരെയാണ്? Chandra. ചന്ദ്രന്റെ ഉള്ളിൽ ഒരു മാൻപേട ഉള്ളതായിട്ട് തോന്നുന്നു. ചില ആൾക്കാർ മുയലെന്ന് പറയും. പക്ഷെ ഇവിടെ കവി ഇപ്പോ തമ്പി സാർ പറയുന്നത് അവിടെ ഒരു സുന്ദരിയാമൊരു മാൻപേട ഉണ്ടെന്ന്. ഇത് തന്നെ നേരത്തെ ഒരു പാട്ടിൽ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ എന്ന് പറയുന്നുണ്ട്. അത് പുള്ളിമാൻ ഇങ്ങനെ ചന്ദ്രബിംബം നെഞ്ചിലേറ്റുന്നു എന്ന് പറയുന്നു. അതുപോലെയാണ് ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കവികളൊക്കെ ഈ രീതിയിൽ ചന്ദ്രനെ പല പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട, അത്രയും സുന്ദരിയാണ് ഈ പാട്ട്. ആ പാട്ട് അത്രയും സൗന്ദര്യമാർന്ന് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. Thank you, uncle. അതിന് എത്ര കൈയടി കൊടുത്താലും മതിയാവൂല. Thank you, uncle. ചന്ദ്രരശ്മി തൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ആൻകുട്ടി, Oh, ആൻകുട്ടിക്ക് ഞാനൊരു ചെറിയ ഗിഫ്റ്റ്. ഇന്ദ്രവല്ലരി പൂച്ചോടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ തീരുമാനിക്കുന്നത്? ആൻകുട്ടി തന്നെ പറയൂ, എത്രയായിരിക്കും ഇന്ന് നമ്മൾ തരാൻ പോകുന്ന മാർക്ക്? ഒരൊറ്റ ഷോട്ടിൽ ഹിറ്റ് ചെയ്യണം. 100.
എത്ര? 100. 100 ആണ്. 101 അല്ലല്ല 100. ആ 1 വേണ്ട മോളെ, എന്തിനാ 1? എന്നാ 1. You are number 1. That is 100 out of 100. ഗോൾഡൻ ക്രൗൺ. ആദ്യൊരു ചന്ദ്രനദി പൂക്കുറ്റി. Congratulations, you are awarded a golden crown.